എന്ത് ചെയ്യരുത് എന്ന് പറയുന്നതിനേക്കാൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നിടത്താണ് കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുക. ഏതൊരു കാര്യവും ചെയ്യരുത് എന്ന് പറയുന്നതിനേക്കാൾ ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുക എന്ത് ചെയ്യണം എന്ന് പറയുന്നതാണ്. യൂസ് പോസിറ്റീവ് ലാംഗ്വേജ്. ജീവിതത്തിൽ പരമാവധി പോസിറ്റീവ് ലാംഗ്വേജ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, അനുവാദമില്ലാതെ അകത്ത് കയറരുത്. ഈ വാചകത്തെ പോസിറ്റീവാക്കി മാറ്റിയാൽ അനുവാദം ചോദിച്ച് അകത്ത് കയറൂ എന്നാണ്. രണ്ട് വാചകങ്ങളും ആശയത്തിൽ ഒന്നാണ്, പക്ഷെ ശൈലിയിൽ വ്യത്യസ്തമാണ്. ആദ്യം പറഞ്ഞത് കയറരുത് എന്നാണ്, അത് നെഗറ്റീവാണ്. രണ്ടാമത് പറഞ്ഞത് കയറൂ എന്നാണ്, അത് പോസിറ്റീവാണ്. അനുവാദമില്ലാതെ അകത്ത് കയറരുത് എന്ന് പറയുന്നതും അനുവാദം ചോദിച്ച് അകത്ത് കയറൂ എന്ന് പറയുന്നതും രണ്ടും ഒന്നാണ്, പക്ഷെ രണ്ടാമത്തേതാണ് കൂടുതൽ മനോഹരം. പോസിറ്റീവ് ലാംഗ്വേജ് ഉപയോഗിക്കൂ, ജീവിതം മനോഹരമാക്കൂ. വ്യക്തിത്വ വികാസത്തിന് സഹായകരമായ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഈ ലോകത്ത് നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. അതിൽ സന്തോഷങ്ങളും സങ്കടങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. ഭൂരിഭാഗവും നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ എന്ന മഹാകവി ഉള്ളൂരിൻ്റെ വരികൾ ഇവിടെ ശ്രദ്ധേയമാണ്. യഥാർത്ഥത്തിൽ പോസിറ്റീവായ ഒരു കാര്യം നെഗറ്റീവ് മനോഭാവമുള്ള ആൾക്ക് അത് നെഗറ്റീവായി അനുഭവപ്പെടും. റോസാപ്പൂവിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും ആസ്വദിക്കുന്ന ആൾക്ക് ആ ചെടിയിലെ മുള്ളുകൾ ഒരു വിഷയമേ അല്ല. എന്നാൽ തെറ്റായ മനോഭാവം പുലർത്തുന്ന ആൾക്ക് അതിലെ മുള്ളുകളാണ് പ്രശ്നം. അതിലെ പൂക്കളുടെ സൗന്ദര്യം അയാൾ കാണുന്നേയില്ല.